എൻ്റെ പേര് അനിഷ, കോട്ടയത്ത് നിന്ന് വരുന്നു. ആദ്യമേ തന്നെ ദൈവമാതാവിനും ഈശോയ്ക്കും ഒരുപാട് നന്ദി. എനിക്ക് പറയാനുള്ളത് ഒരുപാട് സങ്കടങ്ങളിൽ തുടങ്ങുന്ന കഥ തന്നെയാണ്. വിവാഹം കഴിഞ്ഞ് 5 വർഷമായിട്ടും ഞങ്ങൾക്ക് കുട്ടികളുണ്ടായിരുന്നില്ല. ഹസ്ബൻഡ് എബ്രോഡിലായിരുന്നു. ഞാൻ അവിടെ പോവുകയൊക്കെ ചെയ്തു. അത് കഴിഞ്ഞ് തിരിച്ചു വന്ന ശേഷവും ഹസ്ബൻഡ് നാട്ടിൽ വന്നു, ലീവിന് വന്നു. അന്നേരം ഒന്നും ശരിയാവുന്നുണ്ടായിരുന്നില്ല. ഡോക്ടർമാരെയൊക്കെ കണ്ടു, അവർക്കും ഒന്നും പോസിറ്റീവായിട്ടൊന്നും പറയാനുണ്ടായിരുന്നില്ല. അങ്ങനെ ഒരു അവസ്ഥയായിരുന്നു. അത് കഴിഞ്ഞ് ഒരുപാട് തടസ്സങ്ങളായിരുന്നു. പിന്നീട് ലീവിൽ വരുന്ന സമയത്തും 3 തവണ അത് ശരിയാകാതെ പോയി. അന്നേരം വളരെ ദുഃഖിതയായിരുന്നു. ഒരുപാട് നിരാശയോടെ ഒരുപാട് ഡോക്ടർമാരുടെ അടുത്തൊക്കെ പോയി, ഒന്നും ശരിയാകുന്നില്ല. അപ്പോൾ ഒരിക്കൽ ഒരു ഹോസ്പിറ്റലിൽ ഇരുന്നപ്പോഴാണ് എൻ്റെ മുഖം കണ്ട് തന്നെ എൻ്റെ അടുത്തിരുന്ന ഒരു കുട്ടി ചോദിച്ചു, എന്താ ഇങ്ങനെ കാര്യങ്ങളൊക്കെ ചോദിച്ചപ്പോൾ ഞാൻ വിവരങ്ങളൊക്കെ പറഞ്ഞു. അന്നേരം പറഞ്ഞു, കൃപാസനത്തിൽ ഒന്ന് പോയി പ്രാർത്ഥിച്ചുകൂടെ, ഒരുപാട് അനുഗ്രഹം കിട്ടും എന്ന് പറഞ്ഞു. അപ്പോൾ കൃപാസനത്തിനെ കുറിച്ച് ഞാൻ നേരത്തെ തന്നെ എൻ്റെ ഹസ്ബൻഡിൻ്റെ അമ്മ ഇങ്ങനെ എനിക്ക് പത്രം എന്നെ കാണിച്ചിട്ട് പറഞ്ഞിട്ടുണ്ട്, മോളെ ഇത് കൃപാസനത്തിലെ പത്രമാണ്, നീ വായിക്കണം, അവിടെ പോകണം എന്നൊക്കെ പറഞ്ഞിരുന്നു. എങ്കിലും എനിക്ക് പോകാൻ സാധിച്ചിരുന്നില്ല. ഒരുപാട് പേര് എന്നോട് ഇടയ്ക്ക് പറയുന്നുണ്ട്, കൃപാസനത്തിൽ പോകണം എന്നൊക്കെ പറയുന്നുണ്ട്, സാധിച്ചില്ല. അപ്പോൾ ഇത്രയും സങ്കടത്തിലിരുന്ന് എന്നോട് ആ കുട്ടി ഇങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ കൃപാസനത്തിൽ വരണം എന്ന് തന്നെ ആഗ്രഹിച്ചു. അത് കഴിഞ്ഞ് ഞാനും എൻ്റെ അമ്മയും കൂടെ കൃപാസനത്തിൽ വന്നു. ഹസ്ബൻഡിന് വരാൻ സാധിച്ചില്ല. അന്നേരം ഞങ്ങൾ വന്ന് ഉടമ്പടി എടുത്തു. 2022 ഒക്ടോബർ 13 കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്തു. അതിനുശേഷം ജോസഫ് അച്ഛൻ പറഞ്ഞിരുന്ന കാര്യങ്ങളെല്ലാം, ഉടമ്പടിയിൽ പാലിക്കേണ്ട നിയമങ്ങളെല്ലാം എന്നെ കഴിയുന്ന വിധം ഞാൻ ചെയ്യാൻ ശ്രമിച്ചു. രാവിലെയും വൈകുന്നേരവും തിരി കത്തിച്ച് പ്രാർത്ഥിക്കുമായിരുന്നു, തൈലം തേക്കുമായിരുന്നു. അങ്ങനെ പ്രാർത്ഥിച്ചു. പിന്നെ പത്രം വിതരണം ചെയ്തു. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നു. നവംബർ ആയപ്പോൾ ഞാൻ പ്രഗ്നൻ്റ് ആയി എന്നാണ് അറിയുന്നത്, അടുത്ത മാസം തന്നെ. അപ്പം മാതാവ് അത്രയും അനുഗ്രഹം തന്നു. അതുപോലെ തന്നെ ഉടമ്പടി എടുത്തു കഴിഞ്ഞ് ഒക്ടോബർ ഒക്കെ പകുതിയോടെയാണ് ഉടമ്പടി എടുക്കുന്നത്. നവംബർ 1 രാത്രിയിൽ എനിക്കൊരു വയറുവേദന വന്നു. വയറുവേദന എന്ന് പറഞ്ഞാൽ നല്ല ശക്തമായ വയറുവേദന. അങ്ങനെ ഒരു വയറുവേദന എനിക്ക് വന്നിട്ടില്ല. അപ്പം ഒരുപാട് എന്തോ പതിവില്ലാത്ത വിധം എനിക്ക് ഒരുപാട് സങ്കടം വന്നു. അപ്പോൾ ഞാൻ എനിക്കിങ്ങനെ ഒരു വയറുവേദന വരരുതേ മാതാവേ എന്ന് പ്രാർത്ഥിച്ച് തൈലം വയറിലും നെറ്റിയിലും ഒക്കെ പുരട്ടി കിടന്നുറങ്ങി. രാത്രിയിൽ ഉറങ്ങിയപ്പോൾ ഞാനൊരു സ്വപ്നം കണ്ടു. സ്വപ്നത്തിൽ കൃപാസനത്തിലെ ജോസഫ് അച്ഛനെയാണ് കണ്ടത്.